എല്ലാവർക്കും നമസ്കാരം. ഈ കത്തുന്ന കാറുണ്ടല്ലോ, നിസാൻ ടെരാനോ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാറിലേക്ക് ഞാൻ യാത്ര ചെയ്തിരുന്ന ഒരു കാറാണ്. ഞാൻ ഇതിൽ യാത്ര ചെയ്തിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ വാഹനം ഓഫായപ്പോൾ സൈഡിൽ നിർത്തി. എന്നിട്ട് ബോണറ്റ് തുറക്കാൻ, സാധാരണ നമ്മളെല്ലാവരും വണ്ടി ഓഫായ ബോണറ്റ് തുറന്ന് നോക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനെ ബോണറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ ബോണറ്റ് പഴുത്തിരിക്കുകയാണ്, തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്നു തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ കത്തി തുടങ്ങി. വണ്ടി പൂർണ്ണമായും കത്തി. പിന്നീട് ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോഴൊക്കെ ഈ സമാനമായ റെനോ ഡസ്റ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിസാൻ ടെരാനോ ഈ വാഹനങ്ങൾ പൂർണ്ണമായും ഹൈ റേഞ്ചിൽ കത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ ഓണർ, ഞാൻ സഞ്ചരിച്ചിരുന്ന ഈ കത്തുന്ന വാഹനത്തിൻ്റെ ഓണർ 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റാക്കിയൊരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇത്തിരി ദീർഘദൂര യാത്രയുള്ള കാരണം. എന്നിട്ടും ഈ വണ്ടി ഇങ്ങനെ കത്തിപ്പോയത് വല്ലാത്ത വേദന അല്ലെങ്കിൽ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷേ ഒരു കത്തുന്ന ഒരു കാര്യം നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണം. വണ്ടി പെട്ടെന്ന് ഓഫായ ഇപ്പോൾ ഈ സീറ്റ് ബെൽറ്റൊക്കെ ലോക്കായി പോയ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള ഉപകരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടിയുടെ കുറ്റമായിട്ട് പറയുന്നതല്ല, സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ എന്ത് ഡിഫക്റ്റ് കൊണ്ടാണ് ഇതിങ്ങനെ ഹൈ റേഞ്ചിൽ കത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വണ്ടി ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്നും അറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ എന്തെങ്കിലും സെയിലിൻ്റെ കാര്യത്തിനായാലും എന്തിനായാലും ഈ വണ്ടിയുടെ പരസ്യം ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റിൽ വരുന്നുണ്ട് ഹൈ റേഞ്ചിലെ തീയാണ് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സത്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എനിക്കറിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മൂന്നാറിലൊക്കെ വെച്ച് ഇങ്ങനെ കത്തുമ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് 1.5-3 മണിക്കൂർ വേണ്ടാണ്. നിങ്ങൾക്കറിയാലോ, മൂന്നാറിൽ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാണ്, റേഞ്ചിൻ്റെ കുറവുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നിസ്സഹായനായി നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങൾ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടി പൂർണ്ണമായും കത്തിപ്പോയി, ടോട്ടൽ ലോസാണ്. ഓണർക്ക് ഇതിൻ്റെ കാശൊക്കെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടോ, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത്തരം വാഹനം ഉപയോഗിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനായിട്ടാണ് ഈ മെസ്സേജ്, ഇതിടുന്നത്. ഇനി കഴിയുന്നവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.